സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിന്നോട് ഇവിടെ വന്നു പോകുന്ന പറഞ്ഞിട്ടുള്ളല്ലേ, നീ എന്തിനാ വന്നേ? ഈ പഠിക്കാതെ കാല് വെക്കരുത്, കാല് ഞാൻ തല്ലുടിക്കും. താനൊന്ന് പോടോ, ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നാ. നീ വാ, നിന്നെ ആരും തടയില്ല. പപ്പാ, ഇത് നിന്റെ സ്വന്തം വീടാണോ? അതെ. എന്താ? ഉമ്മയും പാപ്പയും ഇവിടെ ഇല്ലേ? അവർ വേറെ വീട്ടിലാ, ഞാൻ കൊണ്ടേ കാണിക്കാം. ആ മാല ഊരിക്കേ. ഇതോ? എന്തിന്? അത് നൂര്, ഞാൻ പറയാം. ഇത് പണ്ട് ഹോസ്റ്റൽ പോകാൻ നേരത്ത് മമ്മി വാങ്ങിച്ചു തന്നതാ. ഇത് കഴുത്തിൽ കിടന്നാൽ പേടിയും വിഷമങ്ങളും ഒക്കെ മാറും. ഇതിവിടെ കിടക്കട്ടെ. നിന്റെ പേടിയും വിഷമങ്ങളും ഒക്കെ മാറ്റാൻ ഇനി ഞാനില്ലേ?
നീ ഒന്ന് ഇട്ട് നോക്കിയേ. ഇതെന്താ? അയ്യേ, ഇതോ? ഇതെന്തിനാ ഞാനിടുന്നേ? നീ അതൊന്ന് ഇട്, ഞാനൊന്ന് കാണട്ടെ. ഒന്ന് പോ ഫൈസി. 6000 രൂപയുടെ ചുരിദാറാ ഇത്. അതിന്റെ മുകളിൽ കൂടി ഇതെന്തിനാ ഇടുന്നത്? ഇത് ഇട്ടുകൊണ്ട് പോയാലേ നിന്നെ അവരവിടെ കയറ്റുള്ളൂ. ഇത് വേണ്ടടാ. ഇതിട്ടുണ്ട് എങ്ങനെയാ ഞാൻ നടക്കുന്നേ? ഇനിയിപ്പോൾ അതൊക്കെ ശീലിക്കണം. പിന്നെ ഞാൻ എന്തിടണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നിന്റെ വീട്ടിൽ. ഇവിടെ ഞാൻ പറയും, അത് നീ അനുസരിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടാ നിനക്ക് എന്താ കുഴപ്പം? അങ്ങനെ നീ പറഞ്ഞതൊക്കെ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാനിത് ഇടില്ലെന്ന് പറഞ്ഞ് ഇടില്ല. മോളെ, നിന്റെ ഒച്ച ഇനി വീട്ടിൽ പൊങ്ങരുത്. പെണ്ണുങ്ങളല്ല എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി നിന്റെ നാക്ക് എന്റെ നേരെ പൊങ്ങിയ അത് പറിച്ചെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോടി? ഇക്ക പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ക്രിസ്റ്റീന, ഷാഹിന, നിനക്ക് ആ പേര് മതി. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ഇന്ന് പഠിക്കാൻ പോയില്ലേ? എന്താ പറ്റും നിനക്ക്? നിനക്ക് വേറെ ഭാര്യയുണ്ടോ? എന്താ? നിനക്ക് വേറെ ഭാര്യയുണ്ടോന്ന്? നീ എന്തായി പറയണേ? നിനക്ക് എന്താ പറ്റിയേ? ഞാൻ കൃഷ്ണേന്ദുവിന്റെ അച്ഛനെ കണ്ടു. എന്നോടെല്ലാം പറഞ്ഞു. ഓ, അല്ല, അതിനിപ്പോ എന്താ കുഴപ്പം? 4 കല്യാണം വരെ കഴിക്കാം. 2 ആയിട്ടുള്ളൂ. എനിക്ക് 2 ചാൻസ് കൂടെ ഉണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ, വിശ്വസിച്ചില്ലേ, എല്ലാം വിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നില്ലേ? നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്നെക്കുറിച്ച് നീ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അത് നിന്റെ തെറ്റാണ്. കൃഷ്ണേന്ദുവിനെ നീ റസിയാക്കി, എന്നെ ഷാഹിനിയാക്കി. ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരാൻ ഞാൻ സമ്മതിക്കില്ല.
നീ എന്നെ എന്തു ചെയ്യോടി? നീ പെണ്ണാ. എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് എന്റെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ട വെറും പെണ്ണ്. ഇനി ഈ വീടിന്റെ പടിക്ക് പുറത്ത് കാലുകുത്തിയ കൊന്നുകളയും ഞാൻ. അവളെല്ലാം അറിഞ്ഞു. ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. കൃഷ്ണന്തുവിനെ പോലെ അവളെ ഇവിടെ നിന്ന് കടത്തണം. നീ എത്രയും പെട്ടെന്ന് അവൾക്കുള്ള ടിക്കറ്റ് റെഡിയാക്കും. ഇവിടെ നിന്ന് ദുബായ്, അവിടെ നിന്ന് സിറിയ. കേരളം ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് ലക്ഷ്യമായി മാറുന്നുവെന്ന് DGP പറഞ്ഞു. വിദ്യാഭ്യാസമുള്ളവരെ പോലും വർഗീയവൽക്കരിക്കുകയാണ് ലക്ഷ്യം. മലയാളികളുടെ ഭീകരബന്ധം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ഇല്ല എന്ന് പറയാനാകില്ല എന്നും DGP ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അച്ഛാ, ഫൈസൽ തീവ്രവാദിയൊന്നുമല്ല. ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലവ് ജിഹാദ് ഇസ് എ റിയാലിറ്റി. അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. തന്നെയല്ല, ഞാനൊരാളെ പോയതിന്റെ പേരിൽ സഭയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെയല്ല. ഈ ഇടവകയിലെ യൂത്ത് സെക്രട്ടറിയും കാറ്റഗിസം ടീച്ചറും കൊയർ മെമ്പറും ഒക്കെ ആയൊരു പെൺകുട്ടി വേറൊരു മതത്തിൽപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ സഭയ്ക്ക് വേദനിക്കും, ക്രിസ്തുവിനും. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന്റെ കൂടെ പോകും. അത് തീരുമാനിക്കേണ്ട പ്രായമൊക്കെ എനിക്കായി. തീർച്ചയായും നിനക്കതിനുള്ള പ്രായമൊക്കെ ആയി. പക്ഷേ നമ്മളീ പ്രായത്തിൻ്റെയും വളർച്ചയുടെയും കണക്ക് പറയുമ്പോൾ ചില കാര്യങ്ങളൂടെ ഒന്ന് ഓർക്കണം. ഈ ജീവൻ നമുക്ക് ദൈവം തന്നതാ. പക്ഷേ ഈ ശരീരമുണ്ടല്ലോ, അത് നമ്മുടെ മാതാപിതാക്കൾ തന്നതാ. അമ്മയുടെ വയറ്റിൽ കിടന്ന് അവളുടെ ചോര ഊറ്റി കുടിച്ചാണ് നമുക്ക് ശരീരം ഉണ്ടായത്. ആ ശരീരം ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കാനുള്ള കടമ നമുക്കുണ്ട്. ഇതൊക്കെ വേദപാഠ ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാ. അതെ, ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ തീരുമാനത്തിന് മാറ്റവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ കുടുംബവും വിശ്വാസവും സമുദായവും ഒക്കെ കളഞ്ഞിട്ടു പോകാൻ എളുപ്പമാ. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ അതൊക്കെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചാ അത് സാധിക്കണമെന്നില്ല. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. ഹലോ പപ്പ, ആ പറ. ഇവനെന്നെ ചതിക്കുകയായിരുന്നു. ഇവന് വേറെ ഭാര്യയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു പപ്പ. എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോ പപ്പ. ഞാനിവിടെ ഒറ്റയ്ക്കായി പോയി. ഞാനിവിടെ ഒറ്റയ്ക്കാ. നീ നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങളുണ്ടായി. ഇത് നീ തന്നെ തിരഞ്ഞെടുത്ത ജീവിതമാണ്. അത് നീ തന്നെ ജീവിച്ചു തീർക്കണം. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആവത് എനിക്കിപ്പോൾ ഇല്ല. നിനക്ക് വേണ്ടി ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ പറയല്ലേ പപ്പ. എനിക്ക് വേറെ ആരുമില്ല.
ഒരു കാര്യം കൂടെ നീ അറിഞ്ഞു, കൃഷ്ണേന്ദുവും നീയും മാത്രമല്ല, വേറെ ഒരുപാട് പെണ്ണുങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങി പോന്നിട്ടുണ്ട്. അവരൊന്നും ഈ രാജ്യത്ത് പോലുമില്ല. എവിടെയാണെന്നും എനിക്കറിയില്ല. പിന്നെ ഞാനല്ലാതെ നിനക്ക് ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന് ഓർത്തോണം. വീട്ടുകാരും സമുദായക്കാരും ആരും. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ചാ നിനക്ക് നല്ലത്. നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഷാഹിന,